ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടവും അധികാരത്തിലേറിയപ്പോൾ പല രാജ്യങ്ങൾക്കും പണി കൊടുക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് ചുവടുവെക്കുന്നു എന്നാണ്. ഈ വർഷം അമേരിക്ക കാര്യമായ വെല്ലുവിളികൾ നേരിടുമെന്ന ആശങ്കകളാണിപ്പോൾ ഉയർന്നു വരുന്നത്. ഇതു സംബന്ധിച്ച പ്രസ്താവനകൾ ട്രംപും വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ചില പ്രധാന സാമ്പത്തിക സൂചകങ്ങൾ മാന്ദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും സമ്പദ് വ്യവസ്ഥ ശരിയായ പാതയിലാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിലെ ചില അംഗങ്ങളുടെ ആത്മവിശ്വാസം. അധികാരത്തിലേറി ഒരു മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ തന്നെ 1,50,000-ത്തിലധികം തൊഴിലവസരങ്ങൾ അമേരിക്കയിൽ ഉണ്ടായതായി US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സമീപകാല ഡാറ്റ വെളിപ്പെടുത്തിയെങ്കിലും തൊഴിലില്ലായ്മ നിരക്കും അതിനോടൊപ്പം ഉയർന്നിരുന്നു. തൊഴിൽ ശക്തി പങ്കാളിത്ത നിരക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഉപഭോക്തൃ ആത്മവിശ്വാസത്തിലെ ഏറ്റക്കുറച്ചിലുകളും സാമ്പത്തിക വിപണിയിലെ ചാഞ്ചാട്ടവും കൂടിച്ചേർന്ന് അമേരിക്ക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയവും സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്.